നമസ്കാരം, ഞാൻ ഡോക്ടർ മീര കൃഷ്ണ, SBM ആയുറിലെ കൺസൾട്ടൻറ്റ് ഫിസീഷ്യനാണ്. ഈയിടെയായി നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഭൂരിഭാഗം കേസുകളും IBS എന്ന രോഗമാണ്, അഥവാ രോഗലക്ഷണമാണ്. എന്താണ് IBS? ഈ ഒരു പേര് നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചിതമാവണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ കേട്ടാൽ നിങ്ങൾ തിരിച്ചറിയും. രാവിലെ എണീറ്റയുടൻ 2 അതിലധികമോ തവണ മലം ഇളകി പോവുക. അതായത് മലം പോകുന്നത് ലൂസ് ബവൽസ് ആയിട്ടായിരിക്കും, അതായത് ഇളകി പോകുന്ന ഒരവസ്ഥയിലായിരിക്കും. അതുപോലെ മലം പിടിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് ദൂരയാത്രയ്ക്ക് പോകുമ്പോഴോ ജോലിക്ക് ഇറങ്ങുമ്പോഴോ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുള്ളൊരു ശങ്ക, ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ച ഉടൻ വയറിൽ വരുന്ന ചെറിയൊരു വേദന, ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ആ വേദന തീരുന്നു. ഇതൊക്കെയാണ് IBSൻ്റെ എടുത്തു കാണുന്ന ലക്ഷണങ്ങൾ. നമ്മുടെ വായു മുതൽ ഗുദം വരെയുള്ള ഭാഗത്തെ നമുക്ക് ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് എന്ന് പറയാം. ഇതിന് ചുറ്റും ഒരു എൻറ്ററിക് നെർവസ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റവും ഈ എൻറ്ററിക് നെർവസ് സിസ്റ്റവും തമ്മിൽ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ വയറും വയറിനെ ചിന്തകളുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. അത് തന്നെയാണ് IBSൽ നമ്മൾ കണ്ടുവരുന്നത്. അതായത് ചെറിയൊരു സ്ട്രെസ്സോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ നമുക്ക് വയറിൻ്റെ ഒരു ബവൽ മൂവ്മെൻറ്റ്സിൽ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇത് തന്നെയാണ് IBSൻ്റെ ലക്ഷണങ്ങളും. അതായത് വയറിൻ്റെ ഉള്ളിലെ ആ ഒരു നല്ലതായ ബാക്ടീരിയാസും ആ വയറിൻ്റെ ആ മസ്കുലർ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളും ഈ രോഗത്തിലും വ്യതിയാനങ്ങൾ കൊണ്ടുവരും. ഈ അവസ്ഥയെ പരിഹരിക്കുന്ന ഔഷധമാണ് SBMൻ്റെ തുമ്പ ടോണിക്. വയറുവേദന, തുടർച്ചയായ മലബന്ധം, അമിതമായി വയറിളകി പോവുക, വൻകുടലിലെ ബുദ്ധിമുട്ടുകൾ എന്നീ അവസ്ഥകൾ അനുഭവപ്പെടുന്നവർക്ക് വിശദമായ കൺസൾട്ടേഷന് വേണ്ടി SBMലെ ഡോക്ടേഴ്സിനെ സമീപിക്കാവുന്നതാണ്.